നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ KSEB-യുടെ എക്സാമിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കൺട്രി ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അവയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന, നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും ക്യാപിറ്റൽ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 193 രാജ്യങ്ങൾ, UN തന്നെ അംഗീകരിച്ചിട്ടുള്ള 193 രാജ്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ ക്യാപിറ്റൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2024-ലും 2025-ലും കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള നിലവിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൈസിസോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കുറച്ച് രാജ്യങ്ങളും അവയുടെ ക്യാപിറ്റലുകളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ജസ്റ്റ് ഇൻട്രോ എന്ന നിലയിൽ ഇന്ത്യയുടെ ക്യാപിറ്റലും അതിന്റെ പ്രത്യേകതകളും വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. 1911-ലാണ് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റുന്നത്. അതിനു മുമ്പ് ഇന്ത്യയുടെ ക്യാപിറ്റൽ കൊൽക്കത്തയായിരുന്നു. കൊൽക്കത്തയിൽ നിന്നും 1911-ൽ ഒരു ഡൽഹി ദർബാറിലൂടെയാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹിയായും പിന്നീട് 1930 ആകുന്ന സമയത്താണ് ന്യൂഡൽഹി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിനകത്ത് 1911-ലാണ് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ 1911-ലാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം അത് ഡൽഹിയിലേക്കാണ് മാറ്റുന്നത്. അതിനുശേഷം 1929-30 സമയത്താണ് ഡൽഹിയിൽ നിന്ന് തന്നെ ആ ക്യാപിറ്റൽ ന്യൂഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം അത്തരത്തിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവോടെ പഠിച്ചു വെക്കുക. ഡൽഹിയുടെ പ്രത്യേകത 2024-25 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ G20 സബ്മിറ്റ് 2023-ൽ നടന്നത് ഇന്ത്യയിലെ ഡൽഹി എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് G20 സമ്മിറ്റ് നടന്നത്. ലോകത്തിൽ തന്നെ വികസ്വര രാജ്യങ്ങളുടെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഒരു അസോസിയേഷൻ ആണ് G20 എന്ന് പറയുന്നത്. ഈ G20 നിലവിൽ ആഫ്രിക്കൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ G20യിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻട്രി പ്രോസസ് അടക്കം നടക്കുന്നത് G20 സമ്മിറ്റ് 2023-ലാണ്. അത് ഹോസ്റ്റ് ചെയ്തത് ഡൽഹിയാണ് എന്ന് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ബ്രിക്സ്, ക്വാഡ്, SCO ഈ മീറ്റിങ്ങുകളൊക്കെ 2024-2025 ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഡൽഹി പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ട് 2024-2025 ഒരു നാഷണൽ ക്യാപിറ്റൽ എന്ന രീതിയിൽ ഡൽഹി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഡൽഹി ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, ക്രൈസിസ് നടക്കുന്ന രാജ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയുടെ ക്യാപിറ്റലായി വരുന്നത്, ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി കൂടിയായിട്ടുള്ള ബീജിംഗ് ആണ്. ബീജിംഗിൽ 2009-ലെ ഒളിമ്പിക്സ് നടന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ബീജിംഗിൽ വെച്ചിട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ സെന്റർ ആയിട്ടാണ് നമ്മൾ ബീജിംഗിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ സൗത്ത് ചൈന സീ, തായ്വാൻ ഇഷ്യൂവിലൊക്കെ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് ചൈനയും ജപ്പാനും റഷ്യയും ഒക്കെ അവകാശവാദം ഉന്നയിക്കുന്ന, ലോകത്തിൽ തന്നെ മിനറൽസിന്റെ ഒരു വലിയ സേവിങ്സ് കാണപ്പെടുന്ന ഒരു ചെറിയ കടലിടുക്കാണ് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. ഈ സൗത്ത് ചൈന സീയിലെ പ്രശ്നങ്ങൾ കാരണം നിലവിൽ ബീജിംഗ് ഭയങ്കര പത്രവാർത്തകളിൽ ഭയങ്കര സ്വാധീനം നേടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബീജിംഗ്. അതോടൊപ്പം തന്നെ ആധുനിക കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളായ AI റെഗുലേഷൻസ് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ആ ചൈനയിൽ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മേഖലയായി ബീജിംഗ് മാറിയിട്ടുണ്ട്. അത്തരത്തിൽ ചൈനയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബീജിംഗ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചു വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് ജപ്പാനാണ്. ജപ്പാന്റെ ക്യാപിറ്റൽ ടോക്കിയോ ആണ്. എന്തുകൊണ്ടാണ് ടോക്കിയോ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ടോക്കിയോ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രവചനങ്ങൾ കാരണം ജപ്പാനും അതോടൊപ്പം തന്നെ ജപ്പാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടോക്കിയോയും നിലവിൽ നിരന്തരമായി മാധ്യമ ശ്രദ്ധ നേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡോ പസഫിക് സെക്യൂരിറ്റി ഡയലോഗ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ബ്രിക്സ് പോലെയുള്ള, നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻഡോ പസഫിക് സെക്യൂരിറ്റി ഡയലോഗ്സ്, ക്വാഡ് പോലെയുള്ള മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ഈ ടോക്കിയോ എന്ന് പറയുന്ന നഗരം ജനശ്രദ്ധയിലേക്ക് വരുന്നു. ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ടോക്കിയോ നഗരം ജനശ്രദ്ധയിലേക്ക് വരുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട ജപ്പാന്റെ ക്യാപിറ്റലായി മാറുകയും ഈ ക്യാപിറ്റൽ ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ രാജ്യമായി ജപ്പാനെ മാറ്റുന്നതിൽ നിർണായക ശക്തിയാകുകയും ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ടോക്കിയോ. അടുത്ത രാജ്യത്തിലേക്ക് പോയാൽ അത്
ഇസ്രയേലാണ്. ഇസ്രയേലിന്റെ ക്യാപിറ്റൽ വരുന്നത് ജെറുസലേമാണ്. എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാകും. കാരണം നിലവിൽ ഇസ്രയേലിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വാറും അത്തരത്തിലുള്ള ക്രൈസിസും ഒക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ ഇസ്രയേലിന്റെ ക്യാപിറ്റൽ നമ്മൾ ജെറുസലേം എന്ന് അടയാളപ്പെടുത്തുമെങ്കിലും പക്ഷേ ഇവർ ടെൽ അവീവ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം കൂടി ക്യാപിറ്റലായി കണക്കാക്കുന്നുണ്ട്. അതുകൂടി പഠിച്ചു വെക്കുക. ടെൽ അവീവ് ആണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ പാലസ്തീനിൽ നിന്നും ഹൂതികളിൽ നിന്നും ലെബനിൽ നിന്നും ഒക്കെ ആക്രമണം നേരിടുമ്പോൾ അവരൊക്കെ ആദ്യം ഫോക്കസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ടെൽ അവീവ് ആണ്. ടെൽ അവീവ് ആണ് ഇസ്രയേലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. പക്ഷേ അവർ ഒരു കൾച്ചറലി ക്യാപിറ്റലായി കാണുന്ന സ്ഥലം ജെറുസലേമാണ്. ഈ ജെറുസലേമിൽ പാലസ്തീൻ കൂടി അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര കോൺഫ്ലിക്റ്റുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അത് പഠിച്ചു വെക്കുക. മിഡിൽ ഈസ്റ്റ് ടെൻഷൻ എന്ന് പറയുന്ന, അതായത് മധ്യ ഇന്ത്യയിലെ അല്ലെ മധ്യ ഏഷ്യയിലെ ഒരു ടെൻഷൻ ഏറ്റവും കൂടുതൽ രൂപപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇസ്രയേൽ. അവിടെ തന്നെ ഏറ്റവും അധികം കോൺഫ്ലിക്റ്റ് നടക്കുന്നത് ഈ ജെറുസലേം എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണെന്ന് കൂടി പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു റീലൊക്കേഷൻ ഈ ഒരു സ്ഥലത്തെ UN-ന്റെ കൺട്രോളിലേക്ക് എത്തിക്കുക. UN-ന്റെ ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ അണ്ടറിലേക്ക് ഈ ജെറുസലേം പോലെയുള്ള സ്ഥലങ്ങളെ എത്തിക്കുക എന്നൊരു ചർച്ച കൂടി, ഒരു ഡിബേറ്റ് കൂടി ഇപ്പൊ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ പഠിക്കുന്ന സമയത്ത് അത് ജെറുസലേമും പഠിച്ചു വെക്കുക, ടെൽ അവീവ് എന്ന് പറയുന്ന അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലും പഠിച്ചു വെക്കുക. അടുത്ത തന്നെ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. മുസ്ലിം കൺട്രികൾക്കിടയിൽ ഒപെക് പോലെയുള്ള ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രികൾക്കകത്ത് ഏറ്റവും നിർണായക സ്വാധീനമായി മാറിയിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ വരുന്നത് റിയാദ് ആണ്. പഠിച്ചു വെക്കുക. സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ വരുന്നത് റിയാദ് ആണ്. ഒപെക്കിന്റെ ക്യാപിറ്റലായി വരുന്ന സ്ഥലം കൂടിയാണ് റിയാദ് എന്ന് പറയുന്നത്. ഒപെക് എന്ന് പറയുന്നത് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രികളുടെ കൂട്ടായ്മയാണ് ഒപെക് എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാപിറ്റൽ വരുന്നു റിയാദ് എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ക്യാപിറ്റലാണ്. അതോടൊപ്പം തന്നെ ഈ ഒപെക്കിന്റെ നേതൃത്വത്തിൽ ഒരു 2030 പ്രോജക്ട് എന്ന് പറയുന്ന ഒരു വിഷൻ 2030 പ്രോജക്ട് എന്ന് പറയുന്ന പ്രോജക്ട് നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ആസ്ഥാനം വരുന്നത് റിയാദ് ആണ് എന്ന് കൂടി പഠിച്ചു വെക്കുക. ഏഷ്യയിലെ മറ്റു രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനം GDP ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് ഖത്തർ. ഒരു പ്രതിശീർഷ വരുമാനം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ, നാഷണൽ ഇൻകം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, വ്യക്തി ആളോഹരി എടുത്ത് പരിശോധിക്കുകയാണെങ്കിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഖത്തറിന്റെ തലസ്ഥാനമായി വരുന്നത് ദോഹയാണ്. ഖത്തർ ഇമ്പോർട്ടന്റ് ആവാൻ കാരണം 2022 ഫിഫ വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്ന രാജ്യമായി ഖത്തർ മാറിയിരുന്നു. അതോടൊപ്പം തന്നെ ഗാസ കോൺഫ്ലിക്റ്റിനകത്ത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട പാലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള ഗാസ കോൺഫ്ലിക്റ്റുകൾക്കകത്ത് ഏറ്റവും പവർഫുൾ രാജ്യം എന്ന നിലയിൽ ഖത്തറിന്റെ ഒരു മീഡിയേഷൻ ടോക്കുകൾ നടത്തിയിട്ടുണ്ട്. ഈ ടോക്കുകൾ നടക്കുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വെച്ചിട്ടാണെന്ന് കൂടി പഠിച്ചു വെക്കുക. അടുത്തതാണ് അഫ്ഗാനിസ്ഥാനെ നമ്മൾ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് കാരണം താലിബാൻ ഗവൺമെന്റിന്റെ ഒരു അപ്രമാദിത്വം ഈ സമയത്ത് അവിടെ നേടുന്നുണ്ട്. US ആർമി അവിടെ നിന്നും വിഡ്രോ ചെയ്യുകയും താലിബാന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുകയും അത്തരത്തിൽ വുമൻസ് റൈറ്റിന്റെ അടക്കം പ്രശ്നങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഈ വുമൻസ് റൈറ്റിന്റെ അടക്കം പ്രശ്നങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് താലിബാന്റെ ക്യാപിറ്റൽ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്തിടയ്ക്കാണ് പാകിസ്ഥാനിൽ നിന്നും ഒരു ട്രെയിൻ റാഞ്ചലുമായി ബന്ധപ്പെട്ടിട്ട് അത് അഫ്ഗാനിൽ നിന്നുള്ള താലിബാന്റെ ആളുകൾ എന്ന നിലയിലേക്ക് നമ്മൾ കേട്ടിരുന്നു. അത്തരത്തിൽ താലിബാന്റെ അല്ല അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റൽ വരുന്നത് കാബൂളാണ്. ഈ കാബൂൾ കേന്ദ്രീകരിച്ചിട്ടാണ് താലിബാൻ ഗവൺമെന്റ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായി തന്നെ പരിഗണിച്ചിട്ട് കാബൂൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഭരണം നടത്തുന്നത്. അപ്പം അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റൽ കാബൂൾ ആണെന്ന് പഠിച്ചു വെക്കുക. അടുത്താണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്ന മറ്റൊരു സ്ഥലമാണ് കംബോഡിയ ആൻഡ് തായ്ലാൻഡ്. കഴിഞ്ഞ മാസം ഒരു 10-20 ദിവസങ്ങൾക്ക് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കംബോഡിയയും തായ്ലാൻഡും തമ്മിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ
കൾച്ചറൽ ക്രൈസിസ്, വാർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ കണ്ടിരുന്നു. ഒരു 1-2 അമ്പലങ്ങളുടെ കാര്യം പറഞ്ഞിട്ട്, കംബോഡിയയെ സംബന്ധിച്ച് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അമ്പലമായിട്ടുള്ള അങ്കോർ വാട്ട് നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ് കംബോഡിയ എന്ന് പറയുന്നത്. ഈ അമ്പലങ്ങളിൽ സംബന്ധിച്ച് ബോർഡറിലുള്ള ചില അമ്പലങ്ങൾ UN ഓൾറെഡി അത് കംബോഡിയയുടെ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലും തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾ അതിനകത്ത് കൾച്ചറൽ കോൺഫ്ലിക്റ്റുകൾ ഉന്നയിക്കുകയും ഒരു യുദ്ധത്തിലേക്ക് പോവുകയും അവസാനം US അടക്കമുള്ള മീഡിയേഷൻ ടോക്കുകളുടെ ഭാഗമായി ആ യുദ്ധം അവസാനിക്കുകയും ചെയ്യുമ്പോൾ കംബോഡിയയുടെയും തായ്ലൻഡിന്റെയും ക്യാപിറ്റൽ ചോദ്യങ്ങൾ ആയി വരാനുള്ള സാധ്യതയുണ്ട്. കംബോഡിയയുടെ ക്യാപിറ്റലായി വരുന്നത് ഫിനോഫെൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ സിൽവർ പഗോഡ നിലനിൽക്കുന്ന, കംബോഡിയയിലെ സിൽവർ പഗോഡ നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഫനോം ഫെൻ എന്ന് പറയുന്ന ഒരു രാജ്യം. അപ്പം ആ രാജ്യത്തിന്റെ പേര്, അതിന്റെ ക്യാപിറ്റൽ, ഇത്തരത്തിൽ ഒരു കറണ്ട് അഫെയർ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് ആ ക്യാപിറ്റൽ പഠിച്ചു വെക്കുക. തായ്ലൻഡ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. ആസിയാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. ഈ തായ്ലൻഡിന്റെ ക്യാപിറ്റലായി വരുന്നത് ബാങ്കോക്ക് ആണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുമാനമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ പ്രസിദ്ധമായിട്ടുള്ള ബാങ്കോക്ക് ആണ് തായ്ലൻഡിന്റെ ക്യാപിറ്റലായി വരുന്നത്. വാർ ഇഷ്യൂസ്, തായ്ലൻഡ് കംബോഡിയ വാർ ഇഷ്യൂസ് നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഈ സ്ഥലം എന്നുള്ള കാര്യത്തിൽ ഇത്തരത്തിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ പഠിച്ചു വെക്കുക. ഏഷ്യയിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അടുത്ത സ്ഥലം ഇറാനാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ വലിയ വാർത്തകളും കാര്യങ്ങളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ കണ്ടിരുന്നു US ഫൈറ്റർ ബോംബുകളടക്കം ഇറാനിലേക്ക് വരികയും യുദ്ധത്തിന്റെ വലിയ പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇറാന്റെ ക്യാപിറ്റൽ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്, പല വാർത്തകൾ കേട്ടിട്ടുണ്ട്. ഗൾഫ് വാറിലടക്കം ഇറാനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇറാന്റെ ക്യാപിറ്റൽ വരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഇറാനിലെ സിറ്റി ആയിട്ടുള്ള ടെഹ്റാൻ ആണ് ഇറാന്റെ ക്യാപിറ്റലായി വരുന്നത്. അവിടെ നിലവിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വലിയ വാട്ടർ ക്രൈസിസ് നേരിടുമെന്നും പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെ ഇറാനിൽ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലേക്കുള്ള വാട്ടർ ക്രൈസിസിലേക്ക് ടെഹ്റാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ വാർ ക്രൈസിസ്, ഇസ്രായേൽ ഇറാൻ വാറിന്റെ ഭാഗമായിട്ടുള്ള വാർ ക്രൈസിസ് ഏറ്റവും നേരിട്ട പ്രദേശം കൂടിയാണ് ടെഹ്റാൻ എന്ന് പറയുന്നത്. ടെഹ്റാനിലേക്ക് ഫൈറ്റർ ബോംബുകളടക്കം അമേരിക്ക ടെഹ്റാനിലേക്കാണ് കൊണ്ടുവന്നത് നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപിറ്റലായി ഈ കാലഘട്ടത്തിൽ മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഇറാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടെഹ്റാൻ. അപ്പം അത് പഠിച്ചു വെക്കുക. പിന്നീട് പഠിക്കാനുള്ളത് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമാണ്. നമ്മൾ അങ്ങനെ പൊതുവിൽ കേട്ടിട്ടില്ലാത്ത ഈ രാജ്യം എന്തുകൊണ്ട് നമ്മൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ, അസർബൈജാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാക്കുവിൽ വെച്ചിട്ടാണ് COP29, അതായത് UNFCCയുടെ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് UNFCC. ഈ UNFCCയുടെ COP29, അതായത് അവരുടെ ഒരു മീറ്റിങ്ങിനെയാണ് നമ്മൾ COP എന്ന് വിളിക്കുന്നത്. ഈ COP29 മീറ്റിംഗ് നടക്കുന്നത് ബാക്കുവിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പങ്കെടുത്തിട്ട് 2024 നടന്ന COP29 ബാക്കുവിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് പത്രങ്ങളിൽ ധാരാളം ബാക്കുവിനെ പറ്റിയുള്ള വാർത്തകൾ വന്നിരുന്നു. അതായത് ബാക്കു എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് ക്യാപിറ്റൽ സിറ്റി, അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെയുള്ള, ഏറ്റവും അടിയിലുള്ള ക്യാപിറ്റൽ എന്ന രീതിയിൽ ഏറ്റവും പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ് ബാക്കു എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോവസ്റ്റ് ക്യാപിറ്റൽ സിറ്റി ഇൻ ദ വേൾഡ് എന്ന നിലയിൽ ഈ ബാക്കുവിനെ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ COP29 വെന്യൂ ആയിട്ടുള്ള UNFCCയുടെ മീറ്റിംഗ് നടന്ന സ്ഥലം എന്ന രീതിയിൽ കൂടി ബാക്കുവിനെ പഠിച്ചു വെക്കുക. അടുത്താണ് ലെബനനിൽ നടന്ന പേജ് ബോംബ്, ഇസ്രായേലിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദിന്റെ നേതൃത്വത്തിൽ 3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാൻ ചെയ്ത് പേജർ ബോംബ് അറ്റാക്ക് എന്ന നിലയിൽ നമ്മൾ കഴിഞ്ഞ വർഷം വാർത്തകൾ കണ്ടതാണ്. മൊസാദിനെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞ ഒരു വാർത്ത കൂടിയാണ് പേജർ ബോംബ് അറ്റാക്ക്. ഈ പേജർ ബോംബ് അറ്റാക്ക് നടന്ന സ്ഥലമാണ് ലെബനൻ. ഈ ലെബനന്റെ ക്യാപിറ്റലാണ് ബെയ്റൂട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബെയ്റൂട്ട് എന്ന് വിളിക്കുന്ന സ്ഥലം. ബെയ്റൂട്ട് ലെബനന്റെ ക്യാപിറ്റൽ ആണെന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ ഏഷ്യൻ കൺട്രികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ. അപ്പം ലെബനന്റെ ക്യാപിറ്റലാണ് ബെയ്റൂട്ട്. പേജർ ബോംബ് അറ്റാക്ക് നടന്ന സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന സ്ഥലം സിറിയയാണ്. നിരന്തരമായി കോൺഫ്ലിക്റ്റുകളിൽ
ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത്. നിരവധിയായ പ്രശ്നങ്ങൾ, ISIS-ന്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ നിരവധിയായ യുദ്ധക്കെടുതികൾ, നിരവധിയായ ISIS-ന്റെ തലവെട്ട് കേസുകളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന, മതപരിവർത്തനം അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിറിയ. ആ സിറിയയുടെ ക്യാപിറ്റൽ കൃത്യമായി പഠിച്ചു വെക്കുക. സിറിയയുടെ ക്യാപിറ്റൽ ഡമാസ്കസ് എന്ന് പറയുന്ന സ്ഥലമാണ് സിറിയയുടെ ക്യാപിറ്റലായി വരുന്നത്. ഇസ്രയേലിന്റെ അറ്റാക്കുകൾ, ISIS-ന്റെ നിരന്തരമായ അറ്റാക്കുകൾ നടക്കുന്ന സ്ഥലമാണ് സിറിയ. അത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് UK അല്ലെങ്കിൽ യൂറോപ്പുമായി ബന്ധപ്പെട്ടിട്ട ചില സ്ഥലങ്ങളാണ്. കുറച്ച് യൂറോപ്യൻ കൺട്രീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നിലവിൽ പ്രശ്നങ്ങൾ നടക്കുന്ന യൂറോപ്യൻ കൺട്രീസ് പരിശോധിക്കുമ്പോൾ അതിന് തന്നെ UK എന്ന് പറയുന്ന ഒരു അസോസിയേഷനുള്ള രാജ്യങ്ങളൊക്കെ ബ്രിട്ടൻ, വെയിൽസ്, അയർലൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ക്യാപിറ്റലായി വരുന്നത് ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ലണ്ടൻ നമുക്കറിയാം, ലണ്ടന്റെ പ്രത്യേകത പറയാം, ഈഫൽ ടവർ അടക്കം. ഓക്കെ, ലണ്ടന്റെ പ്രത്യേകതകളെ പറ്റി നമുക്കറിയാം. സെന്റർ ഫോർ ഉക്രൈൻ എയ്ഡ് പോസ്റ്റ് ബ്രെക്സിറ്റ് ഗ്ലോബൽ റീഅറേഞ്ച്മെന്റ്. ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്നും UK അഥവാ ബ്രിട്ടൻ പുറത്തേക്ക് പോകുന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു. കുറച്ച് വർഷങ്ങൾക്കപ്പുറം നമ്മൾ ആ വാർത്ത കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയേഷൻ ടോക്കുകൾ നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് ലണ്ടൻ ഈ കാലഘട്ടത്തിൽ മാറുന്നുണ്ട്. ഇപ്പം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ക്യാപിറ്റലായി മാറുന്ന സ്ഥലമാണ് ലണ്ടൻ എന്ന് പഠിച്ചു വെക്കുക. അടുത്തതാണ് ജർമ്മനി. ജർമ്മനിയെ സംബന്ധിച്ച് ബെർലിനാണ് ക്യാപിറ്റൽ. വേൾഡ് വാർ പോലെയുള്ള കാര്യങ്ങൾക്കകത്ത് ബെർലിൻ വോളിന്റെ തകർച്ചയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വേൾഡ് വാറുമായി സംബന്ധിച്ച് ബെർലിൻ കീഴടക്കൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ജർമ്മനിയുടെ ഏറ്റവും പ്രസിദ്ധമായ ക്യാപിറ്റലാണ് ബെർലിൻ. ഈ ബെർലിനിലെ ഗ്രീൻ എനർജി പോളിസീസ്, അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെ മൈഗ്രേഷൻസും ഡിഫൻസ് ലീഡർഷിപ്പും ഒക്കെ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ജർമ്മനിയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബെർലിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ബെർലിൻ ജർമ്മനിയുടെ ക്യാപിറ്റൽ ആണെന്ന് പഠിച്ചു വെക്കുക. അടുത്തതാണ് ഫ്രാൻസ്. ഈഫൽ ടവർ അടക്കം നിലനിൽക്കുന്ന പാരീസ് ആണ് ഫ്രാൻസിന്റെ ക്യാപിറ്റലായി മാറുന്നത്. ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള നിലവിൽ ഭയങ്കര ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇന്ത്യയും ഫ്രാൻസും. ISA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ്, നമ്മുടെ റഫേൽ വിമാനം ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നു. അത്തരത്തിൽ നിരവധിയായ മിലിറ്ററി ഓപ്പറേഷൻസ് ഫ്രാൻസും ഇന്ത്യയും ചേർന്ന് നടപ്പിലാക്കുന്നു. അതുകൊണ്ട് നിലവിലത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റിലേഷൻ അത്രമാത്രം നല്ല മെച്ചപ്പെട്ട റിലേഷനാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ ക്യാപിറ്റലായിട്ടുള്ള പാരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിരവധിയായി പത്രങ്ങളിൽ വരുന്നു. ഏറ്റവും അവസാനമായി ഫ്രാൻസുമായി നമ്മൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അടക്കം ഒപ്പുവെക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഫ്രാൻസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ളത് പാരീസ് ആണ് എന്ന് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ 2024 പാരീസ് ഒളിമ്പിക്സ് നടന്ന വർഷം കൂടിയാണ്. പാരീസ് ഒളിമ്പിക്സ് നടന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് പാരീസ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ കൃത്യമായി പഠിച്ചു വെക്കുക. യൂറോപ്പുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു സ്ഥലമാണ് ഉക്രൈൻ. ഉക്രൈന്റെ വാർത്തകൾ നിരവധിയായി വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, ഏകദേശം 3-4 വർഷമായി ഉക്രൈൻ റഷ്യ വാറിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിന്റെ ക്യാപിറ്റൽ വരുന്നത് കീവാണ്. റഷ്യ ലക്ഷ്യം വെക്കുന്ന സ്ഥലം കൂടിയാണ് ഈ കീവ് എന്ന് പറയുന്നത്. ചില പെനിൻസുലകള്, കീവ് പോലെയുള്ള അഡ്മിനിസ്ട്രേഷൻ ക്യാപിറ്റലുകളൊക്കെ റഷ്യയിൽ നിന്ന് നിരവധിയായ റോക്കറ്റുകൾ വന്ന് പതിക്കുന്നത് നമ്മൾ നിരന്തരമായ വാർത്തകൾ കണ്ടിരുന്നു. അപ്പോൾ ഉക്രൈന്റെ ക്യാപിറ്റലാണ് കീവ് എന്ന് പറയുന്ന സ്ഥലം. റഷ്യയുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിരന്തരമായി കേൾക്കുന്ന സ്ഥലമാണ്. ഇന്റർനാഷണൽ സപ്പോർട്ട്, അതായത് UN-ന്റെ അടക്കമുള്ള ഇന്റർനാഷണൽ സപ്പോർട്ടുകളുടെ ഒരു കേന്ദ്രീകരണം നടക്കുന്ന സ്ഥലം കൂടിയാണ് കീവ്. അത് ഉക്രൈന്റെ ക്യാപിറ്റലാണ്. നിരവധി പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലം കൂടി ആയതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക.
അടുത്താണ് റഷ്യ. റഷ്യ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ കൺട്രിയുമാണ്, ഒരു യൂറോപ്യൻ കൺട്രിയുമാണ്. നമ്മളിവിടെ യൂറോപ്യൻ കൺട്രികളുടെ കൂട്ടത്തിലാണ് അത് പഠിക്കുന്നത്. റഷ്യയുടെ ക്യാപിറ്റലാണ് മോസ്കോ. ഒരു യൂറോപ്യൻ സൈഡിലാണ് മോസ്കോ എന്ന് പറയുന്നത്. റഷ്യയുടെ മാപ്പ് എടുത്ത് പരിശോധിക്കുമ്പോൾ യൂറോപ്യൻ സൈഡിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് മോസ്കോ എന്ന് പറയുന്നത്. അപ്പൊ റഷ്യയുടെ ക്യാപിറ്റലാണ് മോസ്കോ എന്ന് പറയുന്നത്. നിരവധിയായ സാങ്ഷൻസ് നിലവിൽ മോസ്കോയും റഷ്യയും നേരിടുന്നുണ്ട്. ഈ വാറിന്റെ പേരിൽ, അമേരിക്കയുമായുള്ള നയങ്ങളുടെ പേരിൽ നിരവധിയായ ക്രൈസിസ് നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ് മോസ്കോ എന്ന് പറയുന്നത്. സെന്റർ ഫോർ ഈസ്റ്റേൺ ബ്ലോക്ക് റിസർജൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു ഈസ്റ്റേൺ ബ്ലോക്ക് എന്ന നിലയിൽ അമേരിക്ക കുറെ രാജ്യങ്ങളുടെ മേൽ സാങ്ഷൻ ഏർപ്പെടുത്തുന്നു. അതിന്റെ ഒരു കേന്ദ്രം എന്ന നിലയിൽ മോസ്കോയെ കാണാൻ കഴിയും. റഷ്യ നേതൃത്വം കൊടുക്കുന്ന കുറച്ച് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടി അവിടെ നമുക്ക് കാണാൻ കഴിയും. അടുത്താണ് ഇറ്റലി. ഇറ്റലിയുമായി ബന്ധപ്പെട്ടിട്ട് വത്തിക്കാൻ ഡിപ്ലോമസി, അവസാനമായി മാർപ്പാപ്പയുടെ മരണം നമ്മൾ കണ്ടിരുന്നു. അവസാനത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം നമ്മൾ കണ്ടിരുന്നു. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു സ്ഥലമാണ് ഇറ്റലി. ഇറ്റലിയുടെ ക്യാപിറ്റലാണ് റോം. ഈ ഇറ്റലിയാണ് വത്തിക്കാൻ സിറ്റിക്ക് വേണ്ട മുഴുവൻ പ്രൊട്ടക്ഷനും നൽകുന്നത്. അത് അല്ലെങ്കിൽ പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു പദവിയാണ് ഇറ്റലിക്കുള്ളത്. ഇറ്റലിയുടെ ക്യാപിറ്റലാണ് റോം. G7 2024 G7 കൺട്രികളുടെ മീറ്റിംഗ്. G7 എന്ന് പറയുന്നത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള 7 രാജ്യങ്ങളാണ്. ആ 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള G7 2024 മീറ്റിംഗ് നടന്ന സ്ഥലം അത് റോമാണ്. ഇറ്റലിയിലെ റോമാണ്. വത്തിക്കാൻ സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു പ്രൊട്ടക്ടർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ് റോം. അത്തരം കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അടുത്താണ് സ്വീഡൻ. സ്വീഡനില് ഏറ്റവും പ്രത്യേകത, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമുകൾക്കടക്കം ഈ സ്വീഡൻ എന്ന് പറയുന്ന സ്ഥലം ഓപ്ഷനായി വരുന്നത് നമ്മൾ കണ്ടിരുന്നു, ഉത്തരമായി വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് അവസാനമായി നാറ്റോ എന്ന് പറയുന്ന അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു ലോക പോലീസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ലോകത്തെ സെക്യൂരിറ്റി കൗൺസിൽ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന നാറ്റോയിൽ അവസാനമായി ജോയിൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സ്വീഡൻ. സ്വീഡന്റെ ക്യാപിറ്റലായി വരുന്നത് സ്റ്റോക്ക്ഹോം ആണ്. നിരവധിയായ ഇന്റർനാഷണൽ ട്രീറ്റികൾ ഉണ്ടായ സ്ഥലമാണ് സ്റ്റോക്ക്ഹോം. നിരവധിയായ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ ക്യാപിറ്റലായി നിലനിൽക്കുന്ന സ്ഥലമാണ് സ്റ്റോക്ക്ഹോം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളും ഒക്കെ ഏറ്റവും പ്രധാനം വിളിച്ചു കൂട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് സ്റ്റോക്ക്ഹോം എന്ന നിലയിൽ. സ്വീഡന്റെ ക്യാപിറ്റലാണ്. നിലവിൽ നാറ്റോയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ നാറ്റോ കോർപ്പറേഷന്റെ ഏറ്റവും ബേസായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സ്റ്റോക്ക്ഹോം എന്ന നിലയിൽ. ഈ സ്റ്റോക്ക്ഹോമിനെ പഠിച്ചു വെക്കുക. അടുത്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അപ്പൊ നമ്മൾ ഇവിടെ മുതൽ ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ മുതൽ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക. അപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് 3 ക്യാപിറ്റലുകൾ സൗത്ത് ആഫ്രിക്കയിലുണ്ട്. അപ്പം 3 ക്യാപിറ്റലും പഠിക്കണ്ട. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്ന നിലയിൽ പ്രിട്ടോറിയയാണ് സൗത്ത് ആഫ്രിക്കയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്ന രീതിയിൽ പഠിച്ചു വെക്കുക. ഇതിന് കാരണം, ഈ ക്യാപിറ്റൽ പഠിക്കാൻ പറയുന്നതിന് കാരണം, ബ്രിക്സിന്റെ മീറ്റിങ്ങുകളൊക്കെ നിലവിൽ ഈ പറയുന്ന പ്രിട്ടോറിയയിൽ വെച്ച് നടക്കുന്നുണ്ട്. ആഫ്രിക്കൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ ബ്രിക്സിലേക്ക്, സൗത്ത് ആഫ്രിക്ക പണ്ട് തന്നെ ചേർന്നിരുന്നു. ആഫ്രിക്കൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് ചേരുന്ന സമയത്ത് ഇതിന്റെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത് പ്രിട്ടോറിയയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ നിലയിൽ 3 ക്യാപിറ്റൽ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. 3 ക്യാപിറ്റലിന്റെ പേര് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ആകെ പഠിക്കുന്നു പ്രിട്ടോറിയ, സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റലായി പഠിക്കുക. ഓക്കെ, കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിലെ അടുത്ത രാജ്യമാണ് നൈജീരിയ. നൈജീരിയയുടെ പ്രത്യേകത, ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലമാണ് നൈജീരിയ. പക്ഷെ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് അൾജീരിയയാണ്. അപ്പൊ നമ്പർ ഓഫ് പീപ്പിൾസ് കൂടുതലുള്ള സ്ഥലം എന്ന നിലയിൽ നൈജീരിയ പഠിച്ചു വെക്കുക. അതിനോടൊപ്പം തന്നെ ആഫ്രിക്കൻ യൂണിയനകത്ത് അല്ലെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ അകത്ത് ഏറ്റവും
പവർഫുൾ ആയിട്ടുള്ള എക്കോണമി ഉള്ള രാജ്യം കൂടിയാണ് നൈജീരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നൈജീരിയയുടെ ക്യാപിറ്റൽ അബൂജ എന്ന് പറയുന്ന ക്യാപിറ്റലാണ്. അപ്പം നൈജീരിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള അബൂജ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ സൗത്ത് ആഫ്രിക്കയേക്കാൾ എക്കോണമിക് ബിൽഡപ്പ് ഉള്ള എക്കോണമിക് ശേഷിയുള്ള രാജ്യമാണ് നൈജീരിയ. ആ നൈജീരിയയുടെ ക്യാപിറ്റലാണ് അബൂജ എന്ന് പറയുന്ന ക്യാപിറ്റൽ. അത് കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്താണ് ഈജിപ്റ്റ് ഹിസ്റ്ററിക്കകത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈജിപ്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള കെയ്റോ എന്ന് പറയുന്ന ക്യാപിറ്റൽ. ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും പിരമിഡുകളും ഒക്കെ കാണാനൊക്കെ നമ്മൾ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കെയ്റോ എന്ന് പറയുന്നത്. ഈ ഗാസ ഈജിപ്റ്റ് ബോർഡർ മീഡിയേഷൻ, പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം ഒരു ഇസ്രായേൽ ഈജിപ്റ്റ് ബോർഡറിൽ കിടക്കുന്ന സ്ഥലമാണ്. മാപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അത്തരത്തിലുള്ള ആ സ്ഥലമായതുകൊണ്ട് തന്നെ ഗാസയിൽ നിന്നുമുള്ള ആളുകൾക്ക് ഏറ്റവും പോകാൻ കഴിയുന്ന സ്ഥലം എന്ന നിലയിൽ ഈജിപ്റ്റ് നിരവധിയായ സമയങ്ങളിൽ വാർത്തകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പം ഈജിപ്തിന്റെ ക്യാപിറ്റലായി വരുന്നത് കെയ്റോയാണ്. അതോടൊപ്പം തന്നെ അറബ് ലീഗ് പൊളിറ്റിക്സിനകത്ത് മേജർ സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈജിപ്റ്റ്. അടുത്ത രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്യോപ്യയാണ്. എത്യോപ്യയുടെ ക്യാപിറ്റല് അടുത്ത രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്യോപ്യയാണ്. അപ്പൊ എത്യോപ്യയുടെ ക്യാപിറ്റലിന് ഒരു മാറ്റമുണ്ട്. എത്യോപ്യ അല്ല, അത് ആഡിസ് അബാബയാണ്. എത്യോപ്യയുടെ ക്യാപിറ്റൽ വരുന്നത് ആഡിസ് അബാബയാണ്. ആഡിസ് അബാബ എന്ന് പറയുന്നത് ആഫ്രിക്കൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടിയാണ്. എത്യോപ്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ആഡിസ് അബാബയാണ് ആഫ്രിക്കൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന രീതിയിൽ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ഹോൺ ഓഫ് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട് വരുന്ന രാജ്യങ്ങൾ നമുക്കറിയാം. ഈ ആഫ്രിക്കയിലെ ഹോൺ ഓഫ് ആഫ്രിക്ക റീജിയനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനെ കൊണ്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം കൂടിയാണ് ആഡിസ് അബാബ. ആഡിസ് അബാബ എന്ന് പറയുന്നത് എത്യോപ്യയുടെ ക്യാപിറ്റൽ ആണെന്ന രീതിയിലേക്ക് പഠിച്ചു വെക്കുക. അടുത്തതാണ് കെനിയ. UN ഹാബിറ്റാറ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. യുണൈറ്റഡ് നേഷൻ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റൽ സംഘടനയുണ്ട്, UN ഹാബിറ്റാറ്റ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്നത് നെയ്റോബിയാണ്. നെയ്റോബി കെനിയയുടെ ക്യാപിറ്റലാണ്. UN ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന എന്ന നിലയിൽ, സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല, മറ്റ് സംഘടനകൾ എന്ന നിലയിൽ UN ഹാബിറ്റാറ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന സ്ഥലമാണ് നെയ്റോബി. ഈ നെയ്റോബിയിലെ പല വിധത്തിലുള്ള എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. അതിന്റെ ക്യാപിറ്റൽ വരുന്ന സ്ഥലമാണ് നെയ്റോബി. ക്ലൈമറ്റ് സമ്മിറ്റ്സുകൾ, ഈസ്റ്റ് ആഫ്രിക്കൻ ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നെയ്റോബിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത് കെനിയയുടെ ക്യാപിറ്റലാണ് നെയ്റോബി. അപ്പൊ കെനിയ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവോയ്ഡ് ചെയ്ത രാജ്യമാണ്. പക്ഷെ കെനിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള നെയ്റോബി അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കൃത്യമായി പഠിച്ചു വെക്കുക. അതാണ് മൊറോക്കോയുടെ ക്യാപിറ്റലാണ് റബാത്ത് എന്ന് പറയുന്ന IMF വേൾഡ് ബാങ്ക് മീറ്റിംഗ്സ് 2023 നടന്ന ഒരു സ്ഥലമാണ്. മൊറോക്കോയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള റബാത്ത്. മൊറോക്കൻ ക്രൈസിസ് എന്നൊക്കെ നമ്മൾ വേൾഡ് വാറിന്റെ സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മൊറോക്കോയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ളത് അത് റബാത്താണ്. അപ്പൊ റബാത്തിന്റെ പേര് കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്ത് അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്ഥലങ്ങളാണ്. ഒരു കോണ്ടിനെന്റ് ബേസിലാണ്. നമ്മൾ ആദ്യം ഏഷ്യ ഡിസ്കസ് ചെയ്തു, അതിനുശേഷം നമ്മൾ യൂറോപ്പ് ഡിസ്കസ് ചെയ്തു, ആഫ്രിക്ക ഡിസ്കസ് ചെയ്തു. അടുത്ത് നമ്മൾ നോർത്ത് അമേരിക്ക ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കാനഡ, കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ അവിടെ. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 3 രാജ്യങ്ങളാണ് നോക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് നമുക്കറിയാം വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DCയുടെ പ്രത്യേകത അറിയാം. US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്ന വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ DCക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. വൈറ്റ് ഹൗസ് നിലനിൽക്കുന്നത് അത് വാഷിംഗ്ടൺ DCയിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റലാണ്. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ ക്യാപിറ്റൽ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ക്യാപിറ്റൽ കൂടിയാണ് വാഷിംഗ്ടൺ DC. ഗ്ലോബൽ പോളിസി എപ്പിസെന്റർ ആയിട്ട് ഇപ്പം ട്രംപ് വന്നതിന് ശേഷം ട്രംപിന്റെ പല പോളിസികളും വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. റഷ്യൻ പോളിസി, ഇന്ത്യൻ പോളിസി, ഇപ്പൊ ഇന്ത്യയുടെ മുകളിൽ സാങ്ഷൻ കൊണ്ടുവരും, ചില ട്രേഡ് താരിഫ്സിന്റെ ഒക്കെ ചേഞ്ചുകളൊക്കെ കൊണ്ടുവരുന്നു. ഇതൊക്കെ വാഷിംഗ്ടണുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വാർത്തകളായതുകൊണ്ട് തന്നെ വാഷിംഗ്ടന്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ട് അത് കൃത്യമായി പഠിച്ചു വെക്കുക. പിന്നീട് വരുന്ന സ്ഥലമാണ് കാനഡ.
ലോകത്തിൽ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കാനഡ. കാനഡയുടെ ക്യാപിറ്റലായി വരുന്നത് ഒട്ടാവയാണ്. ആർട്ടിക് പോളിസി, അവരുടെ ഒരു ആർട്ടിക് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടും ക്ലൈമറ്റ് ആൻഡ് ഇമിഗ്രേഷൻ ഡിസ്കഷൻസും ഒക്കെ നടക്കുന്ന കാനഡയുടെ ക്യാപിറ്റലാണ് ഒട്ടാവ. മെക്സിക്കോയുടെ ക്യാപിറ്റൽ പഠിക്കാൻ എളുപ്പമാണ്. മെക്സിക്കോ സിറ്റി തന്നെയാണ് മെക്സിക്കോയുടെ ക്യാപിറ്റലായി വരുന്നത്. US ഇമിഗ്രേഷനും ട്രേഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാന പ്രശ്നങ്ങൾ, ഇപ്പൊ മെക്സിക്കോയിൽ നിന്നും US ആളുകൾ പെട്ടെന്ന് കടക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ റെഫ്യൂജി ക്രൈസിസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് മെക്സിക്കോ സിറ്റി എന്ന് പറയുന്ന സ്ഥലം. അപ്പം ആഫ്രിക്ക വിസ റിജക്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ മെക്സിക്കോയിലേക്ക് പോവുകയും മെക്സിക്കോയിൽ നിന്നും അവിടേക്ക് അനധികൃതമായി കുടിയേറി പാർക്കുന്നതായിട്ടുള്ള വാർത്തകൾ അമേരിക്ക പുറത്തുവിടുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റലാണ് മെക്സിക്കോ സിറ്റി. സൗത്ത് അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് ബ്രസീൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി നമ്മൾ പഠിക്കുന്നത്. ബ്രസീലിന്റെ ക്യാപിറ്റൽ ബ്രസീലിയാണ്. ബ്രിക്സ് എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ മെമ്പറാണ്. അവിടുത്തെ ഏറ്റവും പ്രത്യേകത ആമസോൺ പ്രൊട്ടക്ഷൻ ആൻഡ് ക്ലൈമറ്റ് ഡിപ്ലോമസിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമാണ് ബ്രസീലിയ എന്ന് പറയുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിടക്കുന്നത് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്താണ്. ആ ബ്രസീലിൽ നടക്കുന്ന ആമസോൺ പ്രൊട്ടക്ഷൻസിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥലമായി മാറുന്ന സ്ഥലമാണ് ബ്രസീലിയ. അടുത്താണ് അർജന്റീന. ബ്യൂണസ് ഏരീസ് എന്ന് പറയുന്ന എക്കോണമിക് റിക്കവറി നടക്കുന്ന, അപ്പം IMF-ന്റെ ഒക്കെ സഹായത്തോടു കൂടി അർജന്റീനയെ സംബന്ധിച്ച് ഭയങ്കര എക്കോണമിക് ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിന്റെ IMF-മായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ബ്യൂണസ് ഏരീസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേര് പഠിച്ചു വെക്കുക. സൗത്ത് അമേരിക്കയിലെ മറ്റൊരു സ്ഥലമാണ് ചിലിയുടെ ക്യാപിറ്റൽ സാന്റിയാഗോ ആണ്. അപ്പം ഗ്ലോബൽ ലിഥിയം മൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ചിലിയുടെ പേര് നമുക്ക് എപ്പോഴും കേൾക്കാൻ കഴിയും. ഗ്രീൻ എനർജി റിഫോംസും അതേപോലെ ലിഥിയം മൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചിലിയിലെ സാന്റിയാഗോ എന്ന് പറയുന്ന സ്ഥലം. ഇപ്പം ലിഥിയം നിലവിൽ ബാറ്ററികളുടെ ഒരു കമ്പോളം ഉയർന്നു വരുന്ന സ്ഥിതിക്ക്, ഇലക്ട്രിക് വെഹിക്കിളുകൾ ഉയർന്നു വരുന്ന സമയത്ത് ചിലി ഒരു ഗ്ലോബൽ പവറായി മാറാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ചില പത്രങ്ങൾ പുറത്തേക്ക് വിടുന്നു. ഏറ്റവും കൂടുതൽ ലിഥിയം റിസർവ് കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ചിലിയിലെ സാന്റിയാഗോ പോലുള്ള സ്ഥലം. അപ്പം ചിലിയുടെ ക്യാപിറ്റലായി സാന്റിയാഗോ പഠിച്ചു വെക്കുക. പിന്നീട് ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. നമ്മൾ ഇനി ഒരു ഓസ്ട്രേലിയൻ റീജിയനിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ കോണ്ടിനെന്റിലേക്കാണ് പോകുന്നത്. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലാണ് കാൻബറ. ക്വാഡ് മെമ്പറാണ്. ക്വാഡ് മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. ഇൻഡോ പസഫിക് ഡിഫൻസ് ആൻഡ് സൈബർ സ്ട്രാറ്റജി, പസഫിക് റീജിയനുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കയുടെ കൂടെ നിന്നിട്ട് ചൈനയെ കൗണ്ടർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഏജൻസിയായി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജ്യമായി മാറുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലാണ് കാൻബറ. അപ്പൊ കാൻബറ കൃത്യമായി പഠിച്ചു വെക്കുക. പിന്നെയാണ് ന്യൂസിലൻഡ് നമ്മൾ നിരന്തരമായി ക്രിക്കറ്റുകളിലൊക്കെ കാണാറുണ്ട്. വെല്ലിംഗ്ടണിലുള്ള സ്റ്റേഡിയം ഒക്കെ നമ്മൾ കാണാറുണ്ട്. പസഫിക് ഐലൻഡ് ഫോറം 2024 നടന്ന സ്ഥലമാണ് ഈ വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത്. ഈ ക്ലൈമറ്റ് പോളിസി ഫോക്കസ് ചെയ്തിട്ട് നടക്കുന്ന ശ്രമങ്ങളൊക്കെ വെല്ലിംഗ്ടണിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് ഫിജിയുടെ ക്യാപിറ്റല് നിലവിൽ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടന്റ് ഉള്ള ചൈന വെസ്റ്റ് റൈവലറിക്കകത്ത് ഫിജിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് പല രാജ്യങ്ങളും അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നതായി പുറത്തേക്ക് വരുന്നുണ്ട്. ചൈന ഒരു സൈഡിൽ കൂടെ, അമേരിക്ക ഒരു സൈഡിൽ കൂടെ അവരുടെയൊക്കെ മറൈൻ പോളിസീസ് ഒക്കെ നടപ്പിലാക്കാനെ കൊണ്ട് ഫിജിയിൽ ശ്രമിക്കാറുണ്ട്. ഫിജിയുടെ ക്യാപിറ്റലാണ് സുവ. ഇത്രയും കാര്യങ്ങളാണ്, ക്യാപിറ്റലുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റലുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരുന്ന ക്ലാസ്സുകൾക്കകത്ത് നമുക്ക് കൂടുതൽ ക്യാപിറ്റലുകളിലേക്ക് പോകാൻ ശ്രമിക്കാം. അപ്പം നിലവിൽ 5 കോണ്ടിനെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റലുകളുടെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തിയത്. കറണ്ട് അഫയർ 2023, 24, 25 വർഷങ്ങൾക്കകത്ത് ഏറ്റവും പ്രധാനമായും കറണ്ട് അഫയറിൽ നിന്നും റിലേറ്റ് ചെയ്യാൻ കഴിയാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, പ്രധാനപ്പെട്ട അസോസിയേഷനുകൾ, അവരുടെയൊക്കെ ടോക്സ്, അങ്ങനെ നടന്ന രാജ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരുന്ന ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ രാജ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.